ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു സംശയമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയ ഒരു സംഭവമായിരിക്കും നമ്മുടെ അനീഷിൻ്റെ പേരെഴുതിയിട്ട് അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജയിലിൻ്റെ ഫ്രണ്ടിൽ ബിഗ് ബോസ് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന് ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അവിടെ നിന്ന് ഇവർ വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് അനീഷ് ഈ ഒരു ബോർഡിൽ ജയിലിൻ്റെ ഐശ്വര്യം അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കൃത്യമായിട്ട് അനീഷിനെ ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനീഷിനെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ജയിലിലേക്ക് എപ്പോഴും നോമിനേറ്റ് ചെയ്ത് അനീഷിനെ തന്നെ ജയിലിലേക്ക് വിടുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കണ്ടെത്തിക്കൊണ്ട് അനീഷിനെയൊക്കെ ഭയങ്കരമായിട്ട് നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുന്ന ഒരു എല്ലാവരും അങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് അനീഷിനെ പലപ്പോഴും ജയിലിലേക്ക് വിട്ടിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഏറ്റവും അധികം പ്രാവശ്യം ഈ ഒരു ജയിലിൽ കയറിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അനീഷ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആദില നൂറയാണ് എപ്പോഴും നോമിനേറ്റ് ചെയ്ത് അനീഷിനെ ജയിലിലേക്ക് വിടുന്നത്. അപ്പോൾ അത് ബന്ധപ്പെട്ടുകൊണ്ട് ആദിലയോടും നൂറയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. പക്ഷേ അത് വേണ്ട രീതിയിൽ ലാലേട്ടൻ ഇന്നലെ കണ്ടസ്റ്റൻസിനോട് ചോദിച്ചില്ല. എന്ന് വെച്ചാൽ വളരെ ബാലിശമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അനീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് വിടുന്നു. അത് കൃത്യമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ കൃത്യമായിട്ട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ചോദിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിരുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ അനുമോളും നെവിനും കൂടി ഉണ്ടായിരുന്നൊരു ഫൈറ്റ്. അതായത് നെവിൻ കാരണം ഭയങ്കരമായിട്ട് നെവിൻ പാതിരാത്രിയൊക്കെ ചെന്ന് ഒച്ചെടുത്തു. അനുമോളുടെ കയ്യിലിരിക്കുന്ന ഫുഡൊക്കെ അടിയിലേക്ക് വീണു. ഭയങ്കരമായിട്ട് അനുമോളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബിഗ് ബോസിന് പുറത്തേക്ക് എറിയാനായിട്ട് നോക്കി. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നെവിൻ ഈ ഒരു വീക്കിൽ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ബിഗ് ബോസ് നമ്മളെ പറ്റിച്ചു, ഒക്കെ മുക്കിക്കളഞ്ഞു. ലാലേട്ടന് കൊടുത്ത സ്ക്രിപ്റ്റിൽ ഇതൊന്നും ഉൾപ്പെടുത്തിയില്ല. നെവിനെ പറ്റി ചോദിച്ചേയില്ല. ഇത്രയും വലിയ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നെവിൻ്റെ ആ ഒരു പ്രൊവോക്കിങ് അല്ലെങ്കിൽ നെവിൻ്റെ ആ ഒരു വയലൻസ് തീർച്ചയായിട്ടും ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനെപ്പറ്റി ചോദിച്ചതേയില്ല. പക്ഷെ അതിന് മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് ബിഗ് ബോസ് അത് സ്ക്രിപ്റ്റിൽ കൊടുക്കുകയും ലാലേട്ടൻ വന്ന് വ്യക്തമായിട്ട് ഷാനവാസിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. പക്ഷെ നെവിന്റെ കേസ് പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞു. ഒരു കാര്യം പോലും നെവിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ, അതായത് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചോദിച്ചില്ല. പക്ഷേ കൃത്യമായിട്ട് അനീഷിനൊരു പണിയും കൊടുക്കുകയും ചെയ്തു. ആ ഒരു അനീഷിൻ്റെ ആ ഒരു ഫേസൊക്കെ ആ ഒരു സമയത്ത് കാണണം. പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് സങ്കടമായി. അനീഷ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഞാനാണോ എല്ലാ പ്രാവശ്യവും ജയിലിലേക്ക് പോകേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അനീഷിനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന ജയിൽ നോമിനേറ്റ് ചെയ്ത് എല്ലാ വീക്കിലും ജയിലിൽ കിടക്കുന്ന അനീഷ് തന്നെ. ഭയങ്കരമായിട്ടത് കണ്ടപ്പോൾ അനീഷിനെ സ്നേഹിക്കുന്നവർക്കും ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നി. കാരണം എന്താ പറയുക, ഇത്രയും വർഷങ്ങൾ ഈ ഒരു കഴിഞ്ഞ സീസൺ 6 വരെയും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ഇത്രയും ജയിലിൽ കിടന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇത് കണ്ടവർക്കും സങ്കടം തോന്നി. അനീഷിന് അതിലേറെ സങ്കടവും ദുഃഖവും തോന്നി. കാരണം ഇതിനെപ്പറ്റി ലാലേട്ടനൊന്നും ചോദിച്ചുമില്ല. അതുപോലെ തന്നെ ജയിലിൻ്റെ ഫ്രണ്ടിൽ അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നും പറഞ്ഞ് എഴുതി വെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമാണ് നെവിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചോദിച്ചില്ല. നെവിൻ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ കഴിഞ്ഞ വീക്കിൽ കാണിച്ചു കൂട്ടിയത്, നെവിൻ പറയുന്ന കാര്യങ്ങൾക്കായാലും നെവിൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കായാലും ഒരടിസ്ഥാനവുമില്ല. എന്നിട്ടും ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിച്ചില്ലെങ്കിൽ ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് സ്ക്രിപ്റ്റ് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതും വളരെ മോശമായിട്ട് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തോന്നി. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്